ആലപ്പുഴ കോഴിമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ അനധികൃതമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്കൂളിന് പൂട്ട് വീണു. എടത്വ ഗ്രാമപഞ്ചായത്ത് AO, വാർഡ് മെമ്പർ എന്നിവർ സ്ഥലത്തെത്തി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയായിരുന്നു. സ്കൂളിന് പൂട്ട് വീണതോടെ 30ഓളം കുട്ടികളും 6 അധ്യാപകരും പെരുവഴിയിലായി. അരനൂറ്റാണ്ട് പഴക്കമുള്ള ഓടുമേഞ്ഞ കെട്ടിടത്തിലാണ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നത്. സ്കൂളിന്റെ സീലിംഗ് അടർന്നും ഓടുകൾ പൊട്ടിയ നിലയിലുമായിരുന്നു. 2022-ൽ 60 ലക്ഷം രൂപ മുടക്കി മറ്റൊരു കെട്ടിടം നിർമ്മിച്ചെങ്കിലും കൈവരിയുടെ അഭാവത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല. കുട്ടികളുടെ തുടർ പഠനത്തിന് ഇനി എന്ത് ചെയ്യുമെന്നും പരിഹാരം കാണണമെന്നുമാണ് രക്ഷിതാക്കളുടെ ആവശ്യം. കാര്യങ്ങളെല്ലാം ഒരു വെള്ള പേപ്പറിൽ എഴുതി ഞങ്ങൾക്ക് ഇതിനകത്തിരിക്കാനാണ് കുട്ടികൾ പേരൻസിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും പറ്റിയാലും അവർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് പഞ്ചായത്തിൽ നിന്ന് AO വന്നിട്ട് ഈ ഇതിന് സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ HM ഇരുത്തണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് അവിടെ പോകുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞു പുള്ളിയുടെ സുരക്ഷ പുള്ളി നോക്കണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അടുത്ത പഞ്ചായത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഫിറ്റ്നസ് കട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് പോയത്. കൂടാതെ പരിസരം എങ്ങനെ നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ പരിസരം ഈ വെള്ളം കയറിയപ്പോഴേ ഇപ്പം ഇങ്ങനെ ആയത്. അതിപ്പം ഞങ്ങൾക്ക് പിള്ളേരെ കൊണ്ട് ഇപ്പോൾ എവിടെ പോകുന്നത്? ഇപ്പം എനിക്കിപ്പം പറ്റത്തില്ല. ജോർജിയൻ സ്കൂളിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ കൊണ്ട് ചേർക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ലെ ഇപ്പം ഈ പിള്ളേരെ ഇവിടെ എടുത്ത് അല്ലാതെ വേറെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ അവന് തക്കതായിട്ടുള്ള ഒരു റീസൺ അവരും കാണിച്ചു തരണം. ഇതിപ്പം ഞങ്ങൾ രമ്യപരമായിട്ട് കാര്യങ്ങൾ നീക്കി അങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് കയറി വന്നത്.